ഹലോ അസ്സലാമു അലൈക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നല്ല ടേസ്റ്റി ആയിട്ട് നല്ല കിടിലനായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫിഷ് ബിരിയാണിയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് നാളായി നമ്മുടെ ചാനലിനകത്ത് നമ്മൾ റെസിപ്പി വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് ഇനി നമുക്ക് മുടങ്ങാതെ വീഡിയോസൊക്കെ ചെയ്യണം. ഇത് ഞാൻ എപ്പോഴും പറയുന്ന പോലെ അല്ല കേട്ടോ. ഇനി ഇൻഷാ അല്ലാഹ് നമുക്ക് അപ്ഡേറ്റഡ് ആയിട്ട് വീഡിയോസൊക്കെ ചെയ്യണം. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഫിഷ് ബിരിയാണി നമ്മൾ മുമ്പ് ചാനലിനകത്ത് അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ ഇന്നത്തെ ഫിഷ് ബിരിയാണി കുറച്ച് സ്പെഷ്യാലിറ്റി ഉള്ളൊരു ഫിഷ് ബിരിയാണിയാണ് കേട്ടോ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് മൂണി എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ ഫിഷ് ബിരിയാണി ഗ്രേവി മിക്സ് യൂസ് ചെയ്തിട്ടുള്ളൊരു ഫിഷ് ബിരിയാണിയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് മൂണി എന്നുള്ളൊരു ബ്രാൻഡിൻ്റെ ഫിഷ് ബിരിയാണി ഗ്രേവി മിക്സ് വെച്ചിട്ടുള്ള ബിരിയാണി ചെയ്യുന്നത്. പക്ഷേ ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ടേസ്റ്റാണ്, നല്ല കിടിലൻ ടേസ്റ്റാണ്. നമുക്ക് ചെറിയ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ചെറുതായിട്ടുള്ള മാറ്റങ്ങളൊക്കെ വരുത്തി കഴിഞ്ഞാൽ നല്ല കിടിലനായിട്ടുള്ള ഫിഷ് ബിരിയാണി നമുക്ക് വളരെ എളുപ്പത്തിൽ, അതായത് ഫിഷ് ബിരിയാണിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ലാത്തവർക്ക് പോലും തയ്യാറാക്കിയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു ഫിഷ് ബിരിയാണി ഗ്രേവി മിക്സാണ് മൂണി എന്നുള്ള ഈ ഒരു ബ്രാൻഡിൻ്റെ. മൂണി എന്നുള്ള ഈ ഒരു ബ്രാൻഡ് നമ്മുടെ മലപ്പുറം മീറ്റപ്പിൻ്റെ ആ ഒരു പ്രോഗ്രാമിൻ്റെ സ്പോൺസേഴ്സിൽ ഒരു ടീമായിരുന്നു ഈ ഒരു മൂണി എന്നുള്ള ബ്രാൻഡ്. അപ്പോൾ അവർ നമുക്ക് ഗിഫ്റ്റായിട്ട് തന്നിട്ടുള്ളതാണ് ഈ ഒരു ഫിഷ് ബിരിയാണി ഗ്രേവി മിക്സ്. ഇതിൻ്റെ കൂടെ മട്ടൻ്റെയും ബിരിയാണി ഗ്രേവി മിക്സ് അവർ നമുക്ക് ഗിഫ്റ്റായിട്ട് തന്നിട്ടുണ്ട് കേട്ടോ. ഇന്നിപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു ഫിഷ് ബിരിയാണി ഗ്രേവി മിക്സ് വെച്ചിട്ടുള്ള ബിരിയാണിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമ്മൾ ബിരിയാണി ഉണ്ടാക്കി തുടങ്ങുകയാണ്. ബിരിയാണിയിലേക്ക് വേണ്ടിയിട്ടുള്ള ഐക്കോറ ഫിഷൊക്കെ നല്ലപോലെ ക്ലീൻ ചെയ്ത് വെള്ളം വാർത്താട് വെച്ചിട്ടുണ്ട്. 1 കിലോ ഐക്കോറ ഫിഷാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിനെ ചെറുതായിട്ടൊന്ന് മസാലയ്ക്കൊന്ന് പുരട്ടി ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ അതിലേക്ക് വേണ്ടി ഞാനിവിടെ ഒരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി നന്നാക്കി പേസ്റ്റ് ആക്കി ഇത് എടുക്കുന്നുണ്ട്. കൂടെ ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 2 മുതൽ 2.5 ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാശ്മീരി മുളക് പൊടിയും കൂടെ എരിവുള്ള മുളക് പൊടി രണ്ടും കൂടെ ചേർത്തിട്ടാണ് 2.5 ടേബിൾ സ്പൂണോളം ചേർത്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ കുരുമുളക് പൊടിയാണ് അടുത്ത് ചേർക്കാൻ പോകുന്നത്. ഒരു 1/2 ടീസ്പൂണോളം കുരുമുളകിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണോളം ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂണോളം തന്നെ ഗരം മസാല പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചെറിയൊരു പുളിക്ക് വേണ്ടിയിട്ട് ഒരു നാരങ്ങയുടെ പകുതി ഒന്ന് പിഴിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ നാരങ്ങ ഇല്ലെങ്കിൽ വിനീഗർ, അതായത് നമ്മുടെ സുർക്ക ഒഴിച്ചു കൊടുത്താലും മതിയാകും. അപ്പോൾ അതുകൂടെ ഇതിലേക്ക് പിഴിഞ്ഞിട്ട് ഇതിനെ നല്ല പോലെ ഒന്ന് പേസ്റ്റ് ആക്കിയിട്ട് എടുക്കുകയാണ്. നമ്മൾ ഫിഷിൽ ഈ ഒരു മസാല തേച്ച് പിടിപ്പിച്ചിട്ട് ഇതിനെ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തിട്ട് എടുക്കുകയാണ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ ഒരു ഫിഷിലേക്ക് മസാല പുരട്ടുന്ന സമയത്ത് എക്സ്ട്രാ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. നമ്മൾ ചിക്കനൊന്നും ചെയ്യുന്ന പോലെ എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ് ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കരുത്. ഫിഷ് ചെയ്യുമ്പം ഓരോ ഫിഷ് പീസസിലായിട്ട് തന്നെ നമ്മൾ മസാല പുരട്ടിയിട്ട് എടുക്കണം. അതല്ലെങ്കിൽ ഇത് പെട്ടെന്ന് അങ്ങനെ പൊടിഞ്ഞു പോകുന്നതാണ് ഫിഷ്. അതുപോലെ മസാലയൊക്കെ പുരട്ടിയതിന് ശേഷം നമ്മൾ മിനിമം ഒരു 30 മിനിറ്റെങ്കിലും ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പോഴാണ് ആ ഒരു മസാലയൊക്കെ നന്നായിട്ട് ഫിഷിലേക്ക് പിടിച്ചിട്ട് പിന്നെ നമ്മൾ ബിരിയാണി ചെയ്യുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ ഇതിങ്ങനെ ഓരോന്നിലായിട്ട് തേച്ച് പിടിപ്പിച്ച് മുഴുവനായിട്ടുള്ള ഫിഷ് പീസസിൽ നമ്മുടെ ആ ഒരു മസാല നമ്മൾ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇതൊരു 30 മിനിറ്റ് അവിടെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാൻ കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ മൂണി ഫിഷ് ബിരിയാണി ഗ്രേവി മിക്സിൻ്റെ പാക്കറ്റ് വന്നിട്ട്. ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് തന്നെ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്ന വിധം എന്നുള്ളതൊക്കെ മലയാളത്തിലും അതുപോലെ തന്നെ ഇംഗ്ലീഷിലും തന്നെ കൊടുത്തിട്ടുണ്ട്. 300 ഗ്രാമാണ് കേട്ടോ ഈ ഒരു പാക്കറ്റിൽ വരുന്നത്. 1 കിലോ ഫിഷിലേക്കുള്ള ക്വാണ്ടിറ്റിയാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് ഇതുപോലെ നല്ല സേഫ് ആയിട്ടുള്ള ഒരു പാക്കറ്റും അതിൻ്റെ കൂടെ ഒരു പോസ്റ്ററും കൂടെ ഉണ്ട്. അപ്പോൾ ഈ ഒരു പുറകു വശത്ത് എഴുതിയ പോലെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് ഇത് പാകം ചെയ്യുന്ന വിധം ഇതിനകത്തുള്ള ഈ ഒരു പോസ്റ്ററിനകത്തും ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു മൂണി എന്നുള്ള ബ്രാൻഡിൻ്റെ കുറച്ച് ഹൈലൈറ്റ്സും കാര്യങ്ങളൊക്കെ ആ ഒരു പോസ്റ്ററിനകത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല സേഫ് ആയിട്ടുള്ളൊരു പാക്കറ്റാണ് കേട്ടോ. അതിനകത്തുള്ള ഈ ഒരു ഗ്രേവി മിക്സ് സ്റ്റോർ ചെയ്തിട്ടുള്ള നല്ല സേഫ് ആയിട്ടുള്ള ഒരു പാക്കറ്റാണ്. ലീക്കേജും കാര്യങ്ങളും അങ്ങനെയുള്ളതൊന്നുമില്ല. പിന്നെ 3 സ്റ്റെപ്പിൽ ബിരിയാണി തയ്യാറെന്ന് പറഞ്ഞിട്ട് ഡീറ്റെയിൽ ആയിട്ട് അവരുടെ ആ ഒരു ബിരിയാണീൻ്റെ ആ ഒരു സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നോൺ വെജ് ആണെങ്കിൽ എങ്ങനെയെന്നുള്ളതും വെജ് ആണെങ്കിൽ എങ്ങനെയാണെന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഐഡിയ പോലും ഇല്ലാത്തവർക്ക് പോലും ബിരിയാണി നല്ല ഈസി ആയിട്ട് ചെയ്തിട്ടെടുക്കാൻ പറ്റും. ഇനി നമ്മൾ ബാക്കിയുള്ള നമ്മുടെ ബിരിയാണിയുടെ സ്റ്റെപ്പിലേക്ക് കടക്കുകയാണ്. ഇന്നിപ്പോൾ ഞാൻ ചെയ്യുന്നത് എൻ്റേതായിട്ടുള്ള കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ള ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇതുപോലൊരു പാത്രം വെച്ചിട്ട് അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലും അതുപോലെ തന്നെ ഒരു 2-2.5 ടേബിൾ സ്പൂണോളം നെയ്യ്, നമ്മുടെ കാഷ്യൂനട്ടും റൈസിൻസും അതുപോലെ തന്നെ സവാളയൊക്കെ ഫ്രൈ ചെയ്തിട്ട് എടുക്കാനുള്ള ഓയിലും നെയ്യും കൂടിയാണ്. ഇതിലേക്ക് ആദ്യം തന്നെ അത് ചൂടായിട്ട് വരുമ്പം റൈസിൻസും അതുപോലെ തന്നെ കാഷ്യൂനട്ടും ഒന്ന് വറുത്ത് കോരി മാറ്റി വെക്കുകയാണ്. കൂടെ ഞാനിതിലേക്ക് സവാള കുറച്ച് അധികം തന്നെ ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഇന്നിപ്പോൾ ഞാൻ ഈ മസാല ചെയ്യുമ്പം ഞാൻ മുമ്പേ പറഞ്ഞ പോലെ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 7-8ഓളം സവാള നന്നായിട്ട് കനം കുറഞ്ഞ് നീളത്തിൽ അരിഞ്ഞെടുത്ത് ചേർത്തിട്ട് ഇതുപോലൊന്ന് ഗോൾഡൻ കളറാവുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുകയാണ്. പിന്നെ നമ്മുടെ ബിരിയാണിയുടെ മുകളിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് ക്യാരറ്റും അതുപോലെ തന്നെ പച്ചമുളകും അങ്ങനെയുള്ളതൊക്കെ ഞാൻ ചേർക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി.
അപ്പോൾ അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് അവിടെ മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമ്മൾ സെയിം ആ ഒരു ഓയിലിനകത്ത് തന്നെയാണ് ഞാനിപ്പം ഫിഷ് ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ പോകുന്നത്. നമ്മളിപ്പോൾ ഫിഷൊക്കെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് അരമണിക്കൂർ തന്നെ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഫിഷിനെ ഈ ഒരു ചൂടായിട്ടുള്ള ഓയിൽ വെച്ച് കൊടുത്തിട്ട് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ കേട്ടോ. ഒരുപാട് ഇങ്ങനെ ഹാർഡായിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. തിരിച്ച് മറിച്ചിട്ടിട്ട് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തിട്ട് എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്തും ഫിഷ് ഇങ്ങനെ ഉടഞ്ഞു പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ഫിഷ് ആയതുകൊണ്ടാണ് അത് പ്രത്യേകം എടുത്ത് പറയുന്നത്. പെട്ടെന്ന് അങ്ങ് കട്ടായി പോകുമല്ലോ ഫിഷ്. അതുകൊണ്ട് നമ്മളൊന്ന് ശ്രദ്ധിച്ചിട്ട് തന്നെ തിരിച്ചിട്ട് കൊടുത്തുകൊണ്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുകയാണ്. ഇപ്പോൾ ഇത് നമ്മുടെ ഫിഷ് കംപ്ലീറ്റ് ആയിട്ടും ഇവിടെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിപ്പം കുറച്ചും കൂടി എരിവും കാര്യങ്ങളും ഒക്കെ വേണമെന്നുള്ളവർ മാത്രമാണ് ഈ ഒരു സ്റ്റെപ്പ് ചെയ്യേണ്ടത് കേട്ടോ. അതല്ല എരിവൊക്കെ കുറച്ച് മതി എന്നുള്ളവർക്ക് നമ്മുടെ മൂണിയുടെ ഫിഷ് ബിരിയാണി ഗ്രേവി മിക്സ് മാത്രം ഈ ഒരു ഫ്രൈ ചെയ്തിട്ടുള്ള ഫിഷിൽ ചേർത്തിട്ട് ബിരിയാണി ചെയ്തിട്ട് തുടങ്ങാം. ഇതിപ്പോൾ നമ്മൾ കുറച്ചും കൂടെ കൂടുതൽ എരിവൊക്കെ കിട്ടാൻ വേണ്ടി ഞാൻ എക്സ്ട്രാ ഒരു മസാല കൂടെ ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്തിട്ടുള്ള ഈ ഒരു സെയിം ഓയിൽ തന്നെയാണ് എടുക്കുന്നത്. ഈ ഒരു ഓയിൽ ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ തന്നെ പച്ചമുളക് ഇത് മൂന്നും കൂടെ നന്നായിട്ട് ചതച്ചത് ഒരു 3 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുകയാണ്. അത് ചേർത്തിട്ട് നന്നായിട്ട് അതിൻ്റെ ഒരു പച്ചമണക്ക് ഒന്ന് മാറി കിട്ടുന്നവരെ ഒന്ന് വഴറ്റിയിട്ട് എടുക്കുക. അതിനുശേഷം ഇതിലേക്ക് ഒരു 4 ചെറിയ തക്കാളി നന്നായിട്ടൊന്ന് കനം കുറഞ്ഞ് നീളത്തിൽ കട്ട് ചെയ്തെടുത്ത് ചേർത്തിട്ട് വീണ്ടും നല്ലപോലെ തന്നെ വഴറ്റി കൊടുക്കുക. കൂടെ നമ്മൾ ഫ്രൈ ചെയ്തിട്ടുള്ള സവാളയിൽ നിന്നും 1/4 ഭാഗത്തോളം സവാള കൂടെ അതിലേക്ക് ചേർക്കുകയാണ്. ഇതുപോലെ നമ്മൾ ഫ്രൈ ചെയ്തിട്ടുള്ള സവാള ചേർക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് വഴറ്റി മിക്സ് ആക്കിയിട്ട് എടുക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരു റെഡിയാക്കിയിട്ടുള്ള മസാലയിലേക്കും കുറച്ച് എരിവ് വേണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ചും കൂടെ എരിവ് കാര്യങ്ങളൊക്കെ ചേർക്കുന്നത്. അതെല്ലാം എരിവ് കുറവുള്ളവർ ഈ ഒരു ഫിഷ് ബിരിയാണി ഗ്രേവി മിക്സ് മാത്രം ചേർത്തിയാൽ മതി. ഇതിലേക്ക് ഞാനൊരു 1 ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബിരിയാണി പൗഡർ, ബിരിയാണി മസാല പൗഡർ നമ്മൾ വീട്ടിൽ റെഡിയാക്കി എടുത്തുള്ള ബിരിയാണി മസാല പൗഡർ ഒരു 1/4 ടീസ്പൂണോളം ചേർക്കുക. അതുപോലെ തന്നെ നമ്മുടെ ജീരകത്തിൻ്റെ പൗഡർ ഒരു 1/4 ടീസ്പൂണോളം ചേർക്കുക. കുരുമുളകിൻ്റെ പൊടിയും 1/4 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുകയാണ്. ഈ ഒരു റെഡിയാക്കിയിട്ടുള്ള മസാലയ്ക്ക് ആവശ്യത്തിലുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അത് വഴറ്റി നല്ലപോലെ തന്നെ മിക്സ് ആക്കിയിട്ട് എടുക്കുകയാണ്. നമ്മൾ അടുത്ത ചേർക്കാൻ പോകുന്നത് നമ്മുടെ മൂണി ഫിഷ് ബിരിയാണി ഗ്രേവി മിക്സ് ആണ് കേട്ടോ ചേർക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് അത്യാവശ്യം എരിവൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും. പക്ഷേ അപ്പോൾ കുറച്ചും കൂടെ എരിവ് വേണ്ടവർ മാത്രം ഈ ഒരു എക്സ്ട്രാ മസാല ഉണ്ടാക്കിയെടുത്താൽ മതിയാകും. ഇനി ഇതിലേക്ക് ചെറിയൊരു പുളിക്ക് വേണ്ടിയിട്ട് ഒരു നാരങ്ങയുടെ പകുതി ഞാനൊന്ന് കട്ട് ചെയ്ത് പിഴിഞ്ഞിട്ട് ചേർക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചേർത്തിട്ട് മസാല രണ്ടും കൂടെ നന്നായിട്ട് തന്നെ മിക്സ് ആക്കിയിട്ട് എടുക്കുക. എല്ലാം കൂടെ മിക്സ് ആക്കിയതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് ഉപ്പൊന്ന് കറക്റ്റ് ചെയ്തിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതേ ഉപ്പും അതുപോലെ തന്നെ എരിവും എല്ലാം ഞാൻ കറക്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ദമ്മിടുന്ന സമയത്ത് ഇത് അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടി ഒരു ഇത്തിരി ഗ്രേവി വേണമല്ലോ. അപ്പോൾ അതിലേക്ക് നമ്മുടെ ആ ഒരു ബിരിയാണി മിക്സ് ഉണ്ടല്ലോ, ഗ്രേവി ബിരിയാണി മിക്സിൻ്റെ ആ ഒരു പാക്കറ്റിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുലുക്കി എടുത്തിട്ട് ഒഴിച്ചു കൊടുത്താൽ മതിയാകും. ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില അതുപോലെ തന്നെ പുതിനയിലേക്ക് ഒന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം കൊണ്ട് നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനിത് 2 പാത്രത്തിലായിട്ടാണ് ദം ചെയ്യുന്നത്. നിങ്ങൾ ഒറ്റ പാത്രത്തിൽ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇന്നിപ്പോൾ ഞാൻ ഫിഷ് ഇങ്ങനെ നിരത്തി വെക്കാൻ വേണ്ടിയിട്ട് 2 പാത്രത്തിലേക്ക് ആക്കി കൊടുക്കുകയാണ്. അതുകൊണ്ട് കുറച്ച് മസാല എടുത്ത് മറ്റേ പാത്രത്തിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. ശേഷം നമ്മൾ ഫ്രൈ ചെയ്തിട്ടുള്ള ഫിഷിനെ ഇതിൽ ഒറ്റ ലെയറായിട്ട് തന്നെ നമ്മളൊന്ന് ലെയർ ചെയ്തിട്ട് കൊടുക്കുകയാണ്. മുകളിൽ വരുന്ന രീതിയിൽ ചെയ്യരുത് കേട്ടോ. ഒറ്റ ലെയറായിട്ട് ചെയ്യണം. അപ്പോഴാണ് ആ ഫിഷിലേക്ക് നന്നായിട്ട് മസാലയൊക്കെ പിടിക്കുന്നത്. ഒന്ന് നമ്മൾ ചേർത്തിട്ട് ജസ്റ്റ് ഒരു 5 മിനിറ്റ് നമ്മൾ ചെറിയ തീയിലൊന്ന് കുക്ക് ചെയ്യുക. ശേഷം അതിലൊന്ന് ഫ്ലിപ്പ് ചെയ്തിട്ട് കൊടുക്കുക, അതായത് തിരിച്ചിട്ട് കൊടുക്കുക. അതിൻ്റെ മറുവശത്ത് കൂടെ അതിൻ്റെ ഒരു മസാല ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്. ശേഷം നമ്മൾ തീ ഏറ്റവും കുറവിലിടുക. അതല്ലെങ്കിൽ തീ ഒന്ന് ഓഫ് ചെയ്തതിന് ശേഷം വേണം നമ്മളിതിലേക്ക് റൈസ് സെറ്റ് ചെയ്തിട്ട് കൊടുക്കാൻ. റൈസ് എല്ലാവർക്കും അറിയില്ല. നിങ്ങൾ ബസ്മതി റൈസാണ് എടുക്കുന്നതെങ്കിൽ അതെടുക്കാം. അതല്ല കൈമ റൈസ് ആണെങ്കിൽ അങ്ങനെ എടുക്കാം. ഞാനിപ്പോൾ ഇന്നിപ്പം കൈമ റൈസ് നമ്മൾ നെയ്ച്ചോറാക്കിയിട്ട് വെക്കുമല്ലോ, അങ്ങനെ വെച്ചതിന് ശേഷമാണ് കേട്ടോ ഇത് ദം ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഒരു ലെയർ ചോറിട്ട് കൊടുക്കുക. അതിൻ്റെ മുകളിൽ നമ്മുടെ റൈസിൻസ്, അതുപോലെ തന്നെ കാഷ്യൂനട്ട്, അതുപോലെ ഫ്രൈ ചെയ്തിട്ടുള്ള സവാള, അതുപോലെ എന്താ പറയുക നമ്മുടെ മല്ലിയില, പുതിനയില അതെല്ലാം കൂടെ ചേർക്കാം. വളരെ കുറച്ച് ബിരിയാണി മസാല പൗഡർ, അതുപോലെ തന്നെ പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കാം. വീണ്ടും അടുത്ത ലെയർ ചോറിട്ട് കൊടുക്കുക. അതിന് ഏറ്റവും മുകളിലായിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്തിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കാഷ്യൂനട്ട്, റൈസിൻസ്, മല്ലിയില കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്തിട്ടുള്ള ക്യാരറ്റ്, പച്ചമുളക്, അതുപോലെ തന്നെ കറിവേപ്പില ഇതെല്ലാം കൂടെ ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ദം ചെയ്യുന്നത് നമ്മൾ നോർമലായിട്ട് എല്ലാ ബിരിയാണിയും ദം ചെയ്യുന്ന പോലെ തന്നെയാണ്. എല്ലാം കൂടെ ചേർത്തിട്ട് നിങ്ങളുടെ കയ്യിലൊരു ഫോയിൽ പേപ്പർ ഉണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് ടൈറ്റായിട്ട് കവർ ചെയ്തിട്ട് വേണം കേട്ടോ ലിഡ് വെക്കാൻ. പിന്നെ കയ്യിലിപ്പോൾ ഫോയിൽ പേപ്പർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഡയറക്റ്റ് ഇതിൻ്റെ ലിഡ് വെച്ചിട്ട് അതിൻ്റെ ആ ഒരു ഹോൾ ഉണ്ടല്ലോ, ആ ഒരു ഹോൾ ഒന്ന് ക്ലോസ് ചെയ്തിട്ട് കൊടുക്കുകയാണ്.
നമ്മൾ ഏറ്റവും ചെറിയ തീയിൽ, അതായത് വളരെ കുറഞ്ഞ തീയിൽ നമ്മളൊരു 8 മുതൽ 10 മിനിറ്റ് വരെ ഒന്ന് ദം ചെയ്തിട്ട് എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങളുടെ ഫ്ലെയിം കുറച്ച് കൂടുതലൊക്കെ ആണെങ്കിൽ നമ്മുടെ മസാല പെട്ടെന്ന് അടി പിടിക്കും. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും ചെറിയ തീയിൽ വെക്കുക. ഇനിയിപ്പോൾ നല്ല ഫ്ലെയിം കൂടുതലുള്ളവരാണെങ്കിൽ താഴെ നല്ല ചുവട് കട്ടിയായിട്ടുള്ള ഒരു തവ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വേണം ഇത് വെച്ച് കൊടുക്കാൻ. നമ്മളൊരു 8 മിനിറ്റ് ആയപ്പോൾ തന്നെ നമ്മുടെ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്. സമയം ഒരുപാട് വൈകിയതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമ്മളിത് കഴിക്കാൻ വേണ്ടിയിട്ട് എടുക്കുകയാണ്. അപ്പോൾ വളരെ പതിയെ നമ്മുടെ ഒരു താഴെ നിന്നും നമ്മുടെ ഒരു ഫിഷ് ബിരിയാണിയുടെ ഭാഗത്തു നിന്നും വളരെ പതിയെ മീനൊന്നും ഉടഞ്ഞു പോവാതെ വേണം നമ്മൾ മിക്സ് ചെയ്തിട്ട് എടുക്കാൻ. അതല്ലെങ്കിൽ നമ്മുടെ ഫിഷിൻ്റെ ആ ഒരു പീസസ് മാത്രം ഒന്ന് എടുത്ത് മാറ്റി വെച്ചിട്ട് റൈസ് മാത്രം പിന്നെ ആ ഒരു മസാലയിൽ മിക്സ് എടുത്താലും മതി കേട്ടോ. അപ്പോഴും നമുക്ക് നന്നായിട്ട് തന്നെ മിക്സ് ആക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ നമ്മൾ ഓരോ ഫിഷ് പീസസ് കിട്ടുന്നതൊക്കെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുകയാണ്. എന്നിട്ടാണ് കേട്ടോ റൈസ് മിക്സ് ചെയ്യുന്നത്. അപ്പോഴാണ് ആ റൈസിന് നല്ല കളറും അതുപോലെ തന്നെ ആ ഒരു മസാലയുടെ ടേസ്റ്റും കൂടെ റൈസിലേക്ക് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള 3 ഫിഷ് ബിരിയാണി ഗ്രേവി മിക്സ് വെച്ചിട്ടുള്ള ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് കുറച്ചും കൂടി എരിവും പിന്നെ നമ്മൾ റൈസ് കുറച്ചും കൂടെ കൂടുതൽ എടുത്തുകൊണ്ട് മാത്രമാണ് കേട്ടോ ഞാൻ കുറച്ചും കൂടെ കൂടുതൽ മസാല ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്. നിങ്ങളിപ്പം ഒരു കിലോ ഒന്നും വേണ്ട, അതിനും കുറച്ച് താഴെ ഫിഷും കുറച്ച് റൈസൊക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ബിരിയാണി മിക്സ് മാത്രം മതിയാകും. അപ്പോൾ അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു മൂണി എന്നുള്ള ബ്രാൻഡിൻ്റെ ഫിഷ് ബിരിയാണി ഗ്രേവി മിക്സ് വെച്ചിട്ട് ഒന്ന് ഫിഷ് ബിരിയാണി റെഡിയാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ബിരിയാണിയൊക്കെ കഴിക്കുന്ന സമയത്ത് അത്യാവശ്യം എരിവും കാര്യങ്ങളൊക്കെ വേണമെന്നുള്ളൊരു മാത്രം എക്സ്ട്രാ മസാല ഉണ്ടാക്കിയെടുത്താൽ മതി. അതല്ലാത്തവർ ആ പാക്കറ്റിൽ പറയുന്ന പോലെ തന്നെ ഫിഷൊക്കെ ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം ഈ ഒരു 3 ഫിഷ് ബിരിയാണി ഗ്രേവി മിക്സിൽ ചേർത്തിയിട്ട് ഒരു 4-5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കുക. ശേഷം നമ്മുടെ റൈസും കാര്യങ്ങളൊക്കെ ലെയർ ചെയ്തിട്ട് അങ്ങനെ റെഡിയാക്കിയിട്ട് എടുത്താൽ മാത്രം മതിയാകും. അങ്ങനെ ചെയ്യുമ്പോൾ വളരെ എളുപ്പത്തിൽ ഈ പറഞ്ഞ പണികളൊന്നും ഇല്ലാതെ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ബിരിയാണി റെഡിയാക്കിയിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻറ്റായിട്ട് പറയാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാലും നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും റിലേറ്റീവ്സിലേക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് കൊടുക്കുക. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.